നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പി എസ് സിയുടെ സൂപ്പർ താരം ഒസ്മാൻ ഡംബലയ്ക്ക് പരിക്ക്. മിന്നും ഫോമിലാണ് താരം ഇപ്പോഴുള്ളത്. അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രഞ്ച് മാധ്യമം RMC സ്പോർട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പി എസ് സിയും അത് സ്ഥിരീകരിക്കുകയാണ്. അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ട്. പി എസ് സിക്ക് നാളെ ലീഗ് 1 സ്ട്രാസ്ബർഗുമായിട്ട് കളിയുണ്ട്. ആ കളി രാത്രി 8:30 അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ പി എസ് സി മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. അതിലാണ് ഡംബലയുടെ പരിക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സ്ട്രാസ്ബർഗിനെതിരെയുള്ള കളി അത്ര പ്രസക്തമായിട്ടുള്ള ഒന്നല്ല. കാരണം ഓൾറെഡി അവർ ലീഗ് 1 വിജയിച്ചതാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ അവർക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അതിനിർണായകമായ പോരാട്ടമാണ് മെയ് 7, അതായത് ബുധനാഴ്ച കളിക്കാനുള്ളത്. ഇന്ത്യൻ സമയം പറയുമ്പോൾ മെയ് 8 പുലർച്ചെ 12:30 പാർക്ക് ഡസ് പ്രിൻസസിൽ ആ കളി. ആദ്യപാദം ഏകപക്ഷീയമായ ഒരു ഗോളിന് പി എസ് സി വിജയിച്ചിട്ടുണ്ടെങ്കിലും അതൊരു ചെറിയ അഡ്വാൻറ്റേജ് മാത്രമാണ്. അതുകൊണ്ട് രണ്ടാം ഭാഗത്തിൽ അവർക്ക് ഡംബലയെ കളിപ്പിച്ചേ പറ്റൂ. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരിക്ക് ആശങ്കയായിട്ട് മാറുന്നത്. അദ്ദേഹം ഡൗട്ട്ഫുൾ ആണ്, രണ്ടാം പാദ മത്സരത്തിന് ഡൗട്ട്ഫുൾ ആണ് എന്ന് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം പി എസ് സി അങ്ങനെ പറയുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിക്ക് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പി എസ് സിയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് ഒസ്മാൻ ഡംബലയ്ക്ക് ഹാംസ്ട്രിങ് സ്ട്രെയിൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ റൈറ്റ് തൈയിലാണ് കഴിഞ്ഞ UCL മത്സരത്തിനിടെ ആ പരിക്ക് പറ്റിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ ഇംപ്രൂവിംഗ് ആണ്. ഫർദർ അപ്ഡേറ്റ് വഴിയെ പറയാം എന്നാണ്. ഫർദർ അപ്ഡേറ്റ് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ഡ്യൂ കോഴ്സ് എന്നാണ് അവർ പറഞ്ഞത്. അതായത് കൃത്യമായിട്ട് എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരുമെന്ന് പി എസ് സി പറയുന്നില്ല. എന്തായാലും നാളത്തെ കളിക്കില്ല. പിന്നെ ചോദ്യം ആഴ്സണലിനെതിരെ കളിക്കുമോ എന്നാണ്. ഫ്രഞ്ച് മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് കളിക്കാനുള്ള സാധ്യത കുറവാണ്. ബാക്കി കാര്യങ്ങൾ ഇനി കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.